നല്ലൊരു കൈയടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാൻ. Presenting our title sponsor from EdgeTech, we have Mr. Pradesh Kogilam joining us. നമസ്കാരം. പ്രിയ വിദ്യാർത്ഥി സഹോദരങ്ങളെ, ഈ പ്രതികൂല സാഹചര്യത്തിലും അതും ശനിയാഴ്ച വീക്കെൻഡിൽ നമ്മുടെ കൊച്ചിയിൽ ഇത്ര നേരം ഞങ്ങൾ പറയുന്നത് കേൾക്കാനും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവിടെ വന്ന് മനസ്സിലാക്കാനും വന്ന കുട്ടികളെയും അതുപോലെ തന്നെ ഒരു ദിവസത്തെ ജോലി മാറ്റിവെച്ച് ക്വാളിറ്റി ടൈം മക്കൾക്ക് കൊടുത്ത അമ്മമാർക്കും അച്ഛന്മാർക്കും ആദ്യം തന്നെ അഭിനന്ദനം അറിയിക്കുന്നു. ഞാൻ എഡ്ജ്ടെക് എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പ് സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. 3 മാസത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതുപോലെ വെൽസ് യൂണിവേഴ്സിറ്റി ചെന്നൈ, ആ യൂണിവേഴ്സിറ്റിന് എഡ്ജ്ടെക്കുമായിട്ടാണ് ഞാൻ 24-ൻ്റെ കൂടെ സഞ്ചരിച്ചത്. ഇത് അവസാനത്തെ ദിവസമായതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടുതൽ സംസാരിക്കും. അപ്പോൾ ജംഷി, അതുപോലെ അമൃതേഷ്, അബി, ഞങ്ങൾ പരുന്തെന്നാണ് വിളിക്കുക, നല്ല ക്രിക്കറ്റ് കളിക്കാരനാണ്. അതുപോലെ അഖിൽ, പോള്, ബെൽജിൻ, മനോഹട്ടൻ, ഷാക്കിർ. അപ്പം ഇവരുടെ എല്ലാം ഒരാവശ്യപ്രകാരവും അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ഞാൻ അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ആയിരുന്നു തീരുമാനിച്ചത്. തിങ്കളാഴ്ച രാവിലെ ആയിരുന്നു പ്രോഗ്രാം തുടങ്ങുന്നത്. ഞായറാഴ്ച വൈകുന്നേരം ഒരു 7 മണിക്കാണ് തീരുമാനിച്ചത്. തിങ്കളാഴ്ച രാവിലെ മലപ്പുറത്ത് പ്രോഗ്രാം നമ്മുടെ MP സമദാനി സാറായിരുന്നു. വേദിയിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ ഒരു 30 സെക്കൻഡ് മുമ്പാണ് ഞാൻ വന്ന് ജോയിൻ ചെയ്യുന്നത്. പിന്നീട് തുടർന്ന് എല്ലാ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശരീരം വയ്യ. പല സ്ഥലത്തു നിന്ന് പോയിട്ട് വെള്ളം കുടിച്ചിട്ടൊക്കെ കേട്ട് ശരീരം വയ്യ. രാവിലെ തന്നെ 3 ടാബ്ലറ്റ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്. അപ്പം വെൽസ് യൂണിവേഴ്സിറ്റി, ആദ്യം യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറഞ്ഞുതരാം. നമ്മുടെ വെൽസ് യൂണിവേഴ്സിറ്റി ചെന്നൈയിലാണ് വരുന്നത്. ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. NAC A++ അംഗീകാരമുള്ള മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, മേരി ടൈം കോഴ്സ്, ഡിഗ്രി, ഡിപ്ലോമ സ്കൂൾസ്, ഇത്രയും സ്ഥാപനങ്ങളുള്ള ചെന്നൈയിലെ വലിയൊരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ എഡ്ജ്ടെക് എന്ന് പറയുമ്പം ഞങ്ങൾ ആക്ച്വലി കോയമ്പത്തൂർ 2 കോളേജിലെ MBA ഡിപ്പാർട്ട്മെൻറ്റാണ് റൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ 1-2 അഹല്യ പോലത്തെ ഡിഗ്രി കോളേജിൽ നമ്മളെ കുട്ടികൾക്ക് വാല്യൂ ആഡഡ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഏവിയേഷൻ ആൻഡ് ട്രാവൽ ടൂറിസം എന്ന് പറഞ്ഞ ഒരു BBAൻ്റെ കൂടെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ ടൂറിസം കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കണക്റ്റഡാണെന്ന് അറിയാമല്ലോ. നിങ്ങൾക്ക് മൊബൈൽ ഫോണില്ല കയ്യിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുള്ളത് എവിടെയാണെന്നറിയോ? ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുള്ളത് എവിടെയാണെന്നുള്ളത് എവിടെയാ? ഗൂഗിൾ നോക്കി പറഞ്ഞാൽ മതി, കാണാണ്ട് പറയുന്നത് വേണ്ട. അല്ലെങ്കിൽ ChatGPTയിൽ അടിച്ചു നോക്കൂ. എവിടെയാ? കിട്ടിയോ? കേരളം അല്ലേ? കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ, കാരണം കേരളത്തിൽ 3.5 ലക്ഷം പിള്ളേർ ഇതിൻ്റെയൊക്കെ പരീക്ഷ എഴുതുന്നുണ്ട്. അത് സയൻസുകാർക്കും എഴുതാൻ പറ്റുന്ന പരീക്ഷയുണ്ട്, കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കൊക്കെ എഴുതാൻ പറ്റുന്ന CUET ഒക്കെ എല്ലാവർക്കും എഴുതാം. അപ്പം റിസൾട്ട് വരുമ്പോൾ മാത്രം നമ്മൾ സാക്ഷരത, ഏറ്റവും കൂടുതൽ സാക്ഷരതയും ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള കേരളത്തിലെ കുട്ടികൾ 100 അല്ലെങ്കിൽ അതിൽ താഴെ റാങ്കുകളിലാണ് വരുന്നത്. നോർത്ത് ഇന്ത്യയിലെ കുട്ടികൾക്കാണ് കൂടുതലും റാങ്ക്. ശ്രദ്ധിച്ചിട്ടുണ്ടോ പേപ്പർ വായിക്കുമ്പോൾ? അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ന്യൂസ് പേപ്പറിലെല്ലാം ഫ്രണ്ടിൽ ഒരുപാട് അക്കാദമികളുടെ പരസ്യം വരാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ആകാശിൻ്റെയും അതുപോലെ ബ്രില്യൻസ് പാലിൻ്റെ ഒക്കെ വരാറുണ്ട്. അതിൽ നോക്കുമ്പോൾ വളരെ കുറച്ച് റാങ്കേ കേരളത്തിൽ കിട്ടുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും 10ാം ക്ലാസ്സിൽ നമുക്ക് കിട്ടിയ A+ൻ്റെ കണക്കെടുത്തിട്ടാണ് നമ്മൾ +1-ന് സയൻസ് പഠിക്കണോ, ഹോം സയൻസ് പഠിക്കണോ, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണോ, അല്ലെങ്കിൽ കൊമേഴ്സ് പഠിക്കണോ, ഹ്യൂമാനിറ്റീസ് പഠിക്കണോ എന്ന് ആഗ്രഹം ഉണ്ടാവുക. കാരണം കൊമേഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടിയെ കൊണ്ട് സയൻസ് ബയോളജി കൊണ്ട് പഠിപ്പിക്കും.
കാരണം അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠ സഹോദരങ്ങൾ, അല്ലെങ്കിൽ ട്രെൻഡ്, ഇതൊക്കെ നോക്കിയിട്ടാണ് കുട്ടികളെ സയൻസ് എടുപ്പിക്കുന്നത്. കുട്ടിയുടെ യഥാർത്ഥ സ്കില്ല് നമ്മൾ 7ാം ക്ലാസ് കഴിയുമ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഇപ്പോൾ ഒരുപാട് സൗകര്യമുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്താൻ പറ്റും. 10 മിനിറ്റ് കൊണ്ട് ഓരോ കുട്ടിയുടെയും അവർക്ക് എന്ത് കോഴ്സാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് മേഖലയിൽ പോയാൽ ശോഭിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ചെറിയൊരു ഹിൻറ്റ് കിട്ടും. ആ ചെറിയ ഹിൻറ്റ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ്സിലാണ് നമ്മളുടെ സ്കൂളിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സോഷ്യലും മാറി ജോഗ്രഫിയും ഹിസ്റ്ററിയൊക്കെ ആവുന്നത്. അപ്പോൾ കുട്ടികൾക്ക് 8ാം ക്ലാസ് മുതലാണ് അവർ സ്കില്ലിനനുസരിച്ചുള്ള പഠനത്തിലൂടെ അവർക്ക് +1 സയൻസ് പഠിക്കണോ, കൊമേഴ്സ് പഠിക്കണോ, ഹ്യൂമാനിറ്റീസ് പഠിക്കണോ, അല്ലെങ്കിൽ ഈ എൻട്രൻസ് എഴുതി ഇന്ന കോളേജിൽ പോകണോ എന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടത് 7ാം ക്ലാസ്സിലാണ്. അത് പല നോർത്ത് ഇന്ത്യൻ, അതുപോലെ തമിഴ്നാട്ടിലും കർണാടകയിലുള്ള സ്കൂളുകളിൽ അത് ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഫോളോ ചെയ്യുന്നതിൻ്റെ രീതിയിലാണ് അവർക്ക് നല്ല റാങ്ക് കിട്ടുന്നതും നല്ല ഇതാവാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. ഒരു സഞ്ജു സാംസണും ഒരു എസ് ശ്രീശാന്തും മാത്രമല്ലേ ഇന്ത്യൻ ടീമിൽ പോയത്. ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്ന എത്ര പേരുണ്ടാവും? അതുപോലെ 3.5 കോടി ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു മമ്മൂട്ടിയും മോഹൻലാലും ഒരു ജയറാമും ഒരു സുരേഷ് ഗോപിയും മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം അവരുടെ സ്കില്ല് കൊണ്ടല്ലേ ഉണ്ടായത്. നല്ല എഞ്ചിനീയർ ഉണ്ടാവുന്നതും നല്ല ഡോക്ടർ ഉണ്ടാവുന്നതും സ്കില്ല് വെച്ചിട്ടല്ലേ. ഇപ്പം നമ്മളുടെ ഇവിടുത്തെ ഡോക്ടർ ഉണ്ടല്ലോ, ക്യാൻസറിന് ട്രീറ്റ് ചെയ്യുന്നത് ഗംഗാധരൻ ഡോക്ടറിന് ശേഷം ഒരു 10,000-കണക്കിന് ആൾക്കാർ MBBS പഠിച്ചിട്ടുണ്ടാവില്ലേ. എന്നിട്ട് ഇപ്പോഴും ആൾക്കാർ, ഇപ്പം ഞാൻ പാലക്കാടാണ് സ്ഥലം, ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് ഇവിടേക്കാണ് വരിക, ഗംഗാധരൻ ഡോക്ടറിൻ്റെ അടുത്തേക്കും അല്ലെങ്കിൽ അമൃത ഹോസ്പിറ്റലിലേക്കൊക്കെ വരിക. അപ്പോൾ നമ്മളുടെ സ്കില്ലറിയാതെ വീട്ടുകാരുടെ പാഷനോ അല്ലെങ്കിൽ ട്രെൻഡ് നോക്കി പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നല്ലൊരു ഡോക്ടറോ നല്ലൊരു എഞ്ചിനീയറോ അല്ലെങ്കിൽ നല്ലൊരു ലോയറോ ഉണ്ടാവാൻ കഴിയില്ല. കാരണം നമ്മളുടെ കഴിവ് എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. നാട്ടിലെ ട്രെൻഡും, കാരണം 10ാം ക്ലാസ് കഴിയുമ്പോൾ ഒരു കാര്യമില്ലാതെ കുറേ ബന്ധുക്കാർ വരും. ഈ +1 പഠിപ്പിക്കൂ, സയൻസ് പഠിപ്പിക്കൂ, ഈ സ്കൂളിൽ പഠിപ്പിക്കൂ, ആ കോളേജിൽ പഠിപ്പിക്കൂ. അതുപോലെ +2 കഴിയുമ്പോഴും ആ അവസ്ഥയുണ്ട്. ഇപ്പം നിങ്ങളെല്ലാവരും നേരിടുന്നൊരു കാര്യമാണ്. പിന്നെ നീറ്റ് പരീക്ഷ നടക്കാത്തതുകൊണ്ട് ആ ഒരു കാരണം പറഞ്ഞ് പിടിച്ച് നിൽക്കാം, അഡ്മിഷൻ എടുക്കാതെയോ അല്ലെങ്കിൽ കോഴ്സ് സെലക്ട് ചെയ്യാതിരിക്കാൻ. അപ്പം മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാതെ പേരൻസിനോട് പറയുന്നത് സ്വന്തം മക്കളോട് സംസാരിച്ച് അവരുടെ കഴിവ് എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ മോള് വന്നിട്ട് ഫാഷൻ ഡിസൈനർ ആവണം എന്ന് പറയുമ്പോൾ അമ്മ എന്താ പറയുക, ടൈലറിങ് പണിക്ക് പോകാനോ എന്നാ വിചാരിക്കുക. കാരണം അമ്മയ്ക്കറിയുന്ന ഫാഷൻ ഡിസൈനിങ് ടൈലറിങ് പണിയാണ്. അപ്പോൾ അതുപോലെ തന്നെ മോൻ പറയാണ് ഞാൻ യൂട്യൂബർ ആവാൻ പോകാമെന്ന് പറയും, അല്ലെങ്കിൽ എനിക്ക് ഫോട്ടോഗ്രാഫി പഠിക്കാൻ ഇഷ്ടം പറയും. കുട്ടികൾ, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഫീൽഡിലുള്ളതുകൊണ്ട് കുട്ടികൾ നമ്മുടെ അടുത്ത് വരുന്ന ചോദ്യങ്ങളാണ്. അപ്പം പേരൻസ് പറയും അതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല, എൻ്റെ കൂട്ടുകാരൻ്റെ മോൻ പഠിച്ചത് ഇതാണ്, അവൻ പഠിച്ചത് ഇന്ന കോളേജിലാണ്, അവിടെ തന്നെ നീ പോയി അഡ്മിഷൻ എടുക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ കുട്ടികളെ കൺവിൻസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കുട്ടികളെ അവരുടെ അടുത്ത് ചോദിക്കുക. നിങ്ങളുടെ സാമ്പത്തികം ഒരു മുഖ്യ ഇതാണല്ലോ. അപ്പോൾ അതും കണക്കിലാക്കി കുട്ടികളുടെ ട്രെൻഡിന് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു ഉറപ്പായിട്ടും അവർ ആ മേഖലയിലെ ഏറ്റവും നല്ല ഒരു ജോലിക്കാരനായി മാറും, അല്ലെങ്കിൽ അവർക്ക് നല്ല കഴിവുള്ളവരായി വരും. അതുപോലെ കുട്ടികളോട് പറയാനുള്ളത്, കാരണം 30 സെക്കൻഡ് റീല് നിങ്ങൾക്ക് ഇരുന്ന് കാണാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ വേഗം നീക്കി ഒരു ദിവസം 100 എണ്ണം കാണും, ശരിയല്ലേ? അപ്പോൾ ഈ 30 സെക്കൻഡ് റീല് കാണാൻ ക്ഷമയില്ലാത്ത ഇപ്പോഴത്തെ ജെൻസി കിഡിനോടാണ് പറയുന്നത്, നിങ്ങൾ പണ്ടത്തെ പോലെ, ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തെ പോലെ അറ്റ്ലീസ്റ്റ് വീട്ടിൽ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ? വീട്ടിൽ 2-3 പത്രമൊക്കെ ഉണ്ടാവും, വായിക്കാറില്ല. ഒരു ദിവസം ഒരു പേജെങ്കിലും ഒരു ന്യൂസ് പേപ്പർ വായിക്കാൻ ശീലിക്കുക. അതുപോലെ ബുക്കുകൾ വായിക്കാൻ, യാത്രകൾ ചെയ്യാൻ. അപ്പോഴാണ് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളും പുതിയ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മെല്ലെ മെല്ലെ ഫോളോ ചെയ്യും. ലഹരി ഇന്ന് നാട്ടിനെ ഏറ്റവും കൂടുതൽ നടക്കുന്ന അനുപേട്ടൻ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, അനുപേട്ടൻ്റെ ചെക്ക് എന്ന് പറഞ്ഞ അസോസിയേഷനും ആഭ്യന്തര വകുപ്പും കൂടെ ചേർന്ന് ലഹരിക്കെതിരെ നല്ല ഇനിഷ്യേറ്റീവ് ഉണ്ടോ. അപ്പം ഇപ്പം ലഹരിയാണ് ഇന്ന് അവർക്ക് അമ്മയും അച്ഛനെയും പെങ്ങളെയും ചേട്ടനെയും ചേച്ചിനൊന്നും തിരിച്ചറിയാത്ത രീതിയിലോട്ട് ലഹരി നമ്മുടെ കേരളത്തിൽ മാത്രമല്ല എല്ലാ നാട്ടിലും ഉണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിലും വളരെ സ്ട്രിക്റ്റായിട്ട് മാറുന്നുണ്ട്, അപ്പോൾ ഇവിടെയും മാറും. അപ്പോൾ അതുകൊണ്ട് ലഹരി ഒഴിവാക്കുക, ലഹരിയിൽ അടിമപ്പെടാതിരിക്കുക. ആ ലഹരി പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുക.
നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ചാൽ, കാരണം നമ്മളിന്ന് ഫോണും എല്ലാ സാധനവും ഈ ക്യാമറ, ഇപ്പോൾ ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ തുറന്ന് ഇൻസ്റ്റാഗ്രാം തുറക്കും, എനിക്ക് വരാൻ പോകുന്ന വീഡിയോ ചിലപ്പോൾ അന്നക്കുട്ടി ജോസഫിൻ്റെയോ അല്ലെങ്കിൽ GS പ്രദീപിൻ്റെയൊക്കെ ആയിരിക്കും. അപ്പം എല്ലാത്തിനും ഒരു ടൈം ലിമിറ്റ് വെച്ച്, ഒരു ഷെഡ്യൂൾ ചെയ്ത്, ഒരു ടൈം ടേബിൾ വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ 23-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 22-ാമത്തെ വയസ്സിൽ നിങ്ങൾ എന്താവണമെന്ന് നിങ്ങളിപ്പോൾ എഴുതി വെച്ച് അതിനു വേണ്ടി പണിയെടുത്തു കഴിഞ്ഞാൽ 100% ആയിരിക്കും. പക്ഷേ എല്ലാത്തിനും ഒരു ഡിസിപ്ലിനും ചിട്ടയും വേണം. ഞാൻ ഒരുപാട് പറയുന്നില്ല, എൻ്റെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞുതരാം. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ MBBS ഉണ്ട്. അത് നീറ്റിൻ്റെ പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ NMC രജിസ്ട്രേഷനിലൂടെയാണ് പറ്റുക. പിന്നെ അതുപോലെ പാരാമെഡിക്കലിൽ BSc നഴ്സിംഗ്, BPharm, BPT, BOT എന്ന് പറഞ്ഞ കോഴ്സുണ്ട്. അലൈഡ് ഹെൽത്ത് സയൻസ് ഉണ്ട്. ഇതെല്ലാം ചെറിയ ഫീസേ ഉള്ളൂ. 2 തവണയായിട്ട് അടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഫീസുള്ളൂ. നല്ല മാർക്കുള്ള കുട്ടികൾക്ക് മെറിറ്റോറിയസ് പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ചേരേണ്ടത്. അതുപോലെ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ BOT എന്ന് പറഞ്ഞ കോഴ്സിന് WFOT എന്ന് പറഞ്ഞൊരു അപ്രൂവൽ എല്ലാ കുട്ടികളും ചോദിക്കുന്നത്. BOT കോളേജിൽ WFOT ഉണ്ടോയെന്ന്. WFOTൻ്റെ ഫുൾ ഫോം ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ WFOTക്ക് ഇന്ത്യക്കകത്ത് എവിടെയെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു ഓഫീസ് ഉണ്ടോ? WFOT എന്ന് പറഞ്ഞാൽ വേൾഡ് ഫെഡറേഷൻ ഓഫ് ഒക്യുപ്പേഷൻ തെറാപ്പിസ്റ്റ് എന്നാണ്. എന്ന് വെച്ചാൽ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ ശേഷം അവരുടെ കൂട്ടായ്മയായ ഈ WFOTയിൽ അംഗമാകുക. പഠിക്കുന്ന മുമ്പ് നമുക്കിതിൻ്റെ അംഗമാവേണ്ട കാര്യമില്ല. WFOT ഇപ്പം നമ്മൾ ചില യൂണിവേഴ്സിറ്റികൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മമ്മൂട്ടിക്ക് ഡോക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ മോഹൻലാലിന് കൊടുത്തിട്ടുണ്ട്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി അവർ നാട്ടിലെ പ്രശസ്തരായ വ്യക്തികൾക്കും കൊണ്ട് ഡോക്ടറേറ്റ് കൊടുക്കുന്നു. അപ്പോൾ അവർ അടുത്ത സ്ഥലത്ത് ഈ പ്രപ്പോസൽ വെക്കുമ്പോൾ ഞങ്ങളുടെ ക്ലയൻസ് മമ്മൂട്ടിയാണ്, മോഹൻലാലാണ്, സച്ചിൻ ടെണ്ടുൽക്കറാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അവർ വെക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ WFOT എന്ന് പറഞ്ഞത് ഒരു പൊള്ളയായ ഒരു കാര്യമാണ്. WFOT എല്ലാം നോക്കേണ്ടത് നല്ല മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുള്ള കോളേജുകളാണോ നോക്കുക, കുട്ടികൾക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കുക. ഈ WFOT അവർ കൊണ്ടുപോയി കോളേജിൽ അവരുടെ പേര് ആഡ് ചെയ്യുകയാണ്. പിന്നെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ്, കമ്പ്യൂട്ടർ സയൻസിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മാത്സ് പഠിക്കാത്ത കുട്ടികൾക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ 2 ഡിപ്പാർട്ട്മെൻറ്റ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റും. അപ്പോൾ PCB മാത്രമുള്ള കുട്ടികൾക്കാണെങ്കിൽ ബയോടെക്നോളജിയും ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗും മാത്സ് പഠിക്കാതെ പഠിക്കാൻ കഴിയും. പിന്നെയുള്ളത് മെരി ടൈം കോഴ്സാണ്. കൊച്ചി ആയതുകൊണ്ട് ഇഷ്ടംപോലെ അങ്ങനത്തെ ജോലി ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ കാണുന്നുണ്ടാവും. നമ്മളുടെ കോളേജിൽ IMUCET എന്ന് പറഞ്ഞ എൻട്രൻസ് ഉണ്ട്, ഇൻ്റർനാഷണൽ മെരി ടൈം യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ആ എക്സാമിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് BSc നോട്ടിക്കൽ സയൻസും അതുപോലെ തന്നെ BTech മറൈൻ എഞ്ചിനീയറിങ്ങും അഡ്മിഷൻ എടുക്കാൻ കഴിയുക. അത് എഴുതാത്ത മെയ് 20 പരീക്ഷ കഴിഞ്ഞു. അത് എഴുതാത്ത കുട്ടികൾക്ക് കീമോ അല്ലെങ്കിൽ JEO ഉണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. പിന്നെ അവിടെ BTech നാവൽ ആർക്കിടെക്ചറുണ്ട്, അതിന് പ്രത്യേകിച്ച് എൻട്രൻസൊന്നും ആവശ്യമില്ല. പിന്നെ BBA മെരി ടൈം ലോജിസ്റ്റിക്, കാരണം ലോജിസ്റ്റിക് മേഖലയെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൂടുതലറിയാം. കാരണം നമ്മളുടെ കേരളത്തിൽ ലോജിസ്റ്റിക്കിന് വലിയൊരു സാധ്യത വരാൻ പോകുന്നു. എങ്ങനെയാണെന്നറിയോ? ആർക്കെങ്കിലും അറിയോ? തിരുവനന്തപുരത്ത് അദാനി പോർട്ട് വന്നിട്ടുണ്ട്. അദാനി പോർട്ട് എങ്ങനെയാണ് തിരുവനന്തപുരത്ത് വന്നത്? അപ്പോൾ തിരുവനന്തപുരത്ത് അദാനി പോർട്ടിൽ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടറിലൂടെ നമുക്ക് എന്ത് പറയാം, ഈ ഷിപ്പിൽ നിന്ന് മറ്റേതിലേക്ക് മാറ്റാൻ പറ്റുന്ന അങ്ങനെ ഒരുപാട് പറയാനുണ്ട്. ഇത്രയും ആൾക്കാർ പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് ലോജിസ്റ്റിക്കിന് ഏറ്റവും കൂടുതൽ സാധ്യത നമ്മളുടെ അറേബ്യൻ സീ ആയിട്ട് നിയർ ബൈ കിടക്കുന്ന ചെറിയ രാജ്യങ്ങളുടെ ചരക്കുകൾ എല്ലാം തിരുവനന്തപുരത്ത് പോർട്ടിൽ വന്നിട്ടാണ് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്നാണ് ഷിഫ്റ്റായി പോവുക. അതുകൊണ്ടാണ് അദാനി എയർപോർട്ടും മേടിച്ചു, പോർട്ടും മേടിച്ചു. അപ്പം ഈ ഒരുപാട് ഫോറിനേഴ്സ് ബിസിനസ് പരമായിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ട്രാവലിംഗ് സൗകര്യം ഉണ്ടാക്കാനാണ് മൂപ്പരത് ചെയ്തത്. പക്ഷേ അതിലൂടെ നമ്മളുടെ വരുന്ന ഭാവി തലമുറയ്ക്ക് എല്ലാ കുട്ടികൾക്കും വലിയൊരു ജോലി സാധ്യതയും. ലോജിസ്റ്റിക്കിൻ്റെ ചെറിയ സിമ്പിൾ അറിയോ? ഈ ഫ്ലിപ്കാർട്ടും ആമസോണൊക്കെ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ചെറിയൊരു എക്സാമ്പിൾ. ഇപ്പോൾ അമേരിക്കയിലോ അല്ലെങ്കിൽ ദുബായിലോ കിടക്കുന്ന സാധനം 3-4 ദിവസം കൊണ്ട് നമ്മുടെ വീട്ടിലെത്തുന്നുണ്ടല്ലോ, അത് ഈ ലോജിസ്റ്റിക്കിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുപോലെ അത് നമ്മുടെ കോളേജിൽ BBA മെരി ടൈം ലോജിസ്റ്റിക് എന്ന് പറഞ്ഞ പ്രോഗ്രാമുണ്ട്. അതിന് ഇനി +2 ആണ്. 50%, 45% മാർക്കുണ്ടെങ്കിൽ ഏത് +2കാർക്കും പഠിക്കാൻ കഴിയും. അതുപോലെ തന്നെ BSc ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്.
ഇതൊക്കെയാണ് നമ്മളുടെ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന പ്രോഗ്രാംസ്. ചെന്നൈയിലാണ് എയർപോർട്ടിൽ നിന്നാണെങ്കിലും ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിലും. മെഡിക്കൽ കോളേജിലേക്ക് മാത്രം ഒരു 40 മിനിറ്റും ബാക്കിയെല്ലാം ഒരു 15 മിനിറ്റ് കൊണ്ട് 15-20 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റുന്ന ദൂരത്തിലാണ് ക്യാമ്പസ് വരുന്നത്. ഇവിടെ ഫ്രണ്ടിൽ നമ്മുടെ ക്യാമ്പസിൻ്റെ കൗണ്ടറുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ബ്രോഷേഴ്സ് കളക്ട് ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ അവിടെ അന്വേഷിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ എഡ്ജ്ടെക്കിൻ്റെ എന്ന് പറയുമ്പോൾ അത് വാല്യൂഡഡ് ആണ്. എവിടെ പഠിക്കുകയാണെങ്കിലും കുട്ടികൾക്ക് നമ്മളുമായിട്ട് ടൈപ്പായിട്ട് ഇത് ഓൺലൈനിൽ പഠിക്കാം. ഒരു 10 ദിവസം മാത്രം വിദേശത്ത് ഈ കമ്പനിയുടെ ദുബായിൽ വരണം എന്നേ മാത്രമേ ഉള്ളൂ. അത് 3ാമത്തെ വർഷം ആകുമ്പോഴാണ്. നമ്മൾ പഠിച്ചു കഴിയുന്നതിനൊപ്പം തന്നെ ഒരു സ്കില്ല് വളർത്താൻ പറ്റും. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവരോടും കൂടി നന്ദി പറയുന്നു. ടീംസിനോടും അതുപോലെ നമ്മുടെ ജംഷി ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ സിങ്കെന്നാണ് വിളിക്കുക. നമ്മുടെ ഒരു വേട്ടനാണ്. അപ്പം അത് അനൂപേട്ടൻ ചെക്ക് എന്ന് പറഞ്ഞ സംഘടന 10 വർഷത്തിലധികമായി ചെക്ക് എന്ന് പറഞ്ഞൊരു കേരളത്തിൽ ഇതാവുന്ന സംഘടന. ഞങ്ങളെല്ലാം അതിൻ്റെ മെമ്പർമാരായിരുന്നു. 19 വർഷമായിട്ട് ഉള്ള സംഘടനയാണ് ചെക്ക്. ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ 19 വർഷമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അതുപോലെ അവിടെ ഇരിക്കുന്ന മനോജ് മനയത്തൊടി, ഞങ്ങളുടെ ഒരു സംഘടന. ഞങ്ങൾ ഇവരിൽ നിന്ന് പിണങ്ങി പോയിട്ട് തുടങ്ങിയതാണ്. ഓൾ ഇന്ത്യ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസ് കൗൺസിലേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഐക്ക എന്ന് പറഞ്ഞ സംഘടനയുടെ ഫൗണ്ടർ പ്രസിഡൻ്റാണ്. 8ഓളം വർഷം പ്രസിഡൻ്റായിരുന്നു. ഞാൻ കൂടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടും 2 നാഷണൽ എക്സിക്യൂട്ടീവ് ആയിട്ട് ഇപ്പം നാഷണൽ വൈസ് പ്രസിഡൻ്റായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. ഞങ്ങളുടെ ഈ 2 സംഘടനയും ഫോളോ ചെയ്യുന്നൊരു കാര്യങ്ങളുണ്ട്. കാരണം ഈ ഒരു സമയങ്ങളിൽ, ഈ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിൽ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ അഡ്മിഷന് വേണ്ടി പൈസ കൊടുത്തു, പറ്റിച്ചു, പൈസ കിട്ടിയില്ല, ചീറ്റ് ചെയ്യപ്പെട്ടു, ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ വരും. പക്ഷേ ഈ മാസത്തിൻ്റെ മുമ്പ് മാർച്ചിലും ഏപ്രിലും എല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പരസ്യം വാങ്ങിച്ചിട്ട് അവർ പരസ്യം ചെയ്യും. റിസൾട്ട് വന്നു കഴിയുമ്പോൾ തിരിച്ചു ചെയ്തു. ഞങ്ങൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ സംഘടനകൾക്ക് മിനിമം 3 മുതൽ 5 വർഷം വരെ എക്സ്പീരിയൻസ്ഡായി സ്വന്തമായി ഓഫീസിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കേസ് പോലെ എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ പുറത്താക്കിക്കൊണ്ടാണ് ഞങ്ങളുടെ ഈ 2 സംഘടനയും മുന്നോട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചാറ്റ് GPT ഇട്ടിട്ടും എല്ലാം നോക്കാൻ അറിയാം. എന്നാലും കുറച്ചുകൂടെ ഞങ്ങൾ ഈ കോളേജുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇരിക്കുന്ന മൂപ്പര് ചെന്നൈയിൽ തൃച്ചിയിൽ ധനലക്ഷ്മി ശ്രീനിവാസൻ പറഞ്ഞൊരു യൂണിവേഴ്സിറ്റിയുടെ വലിയ പ്രൊമോട്ടറാണ്. അദ്ദേഹം ഇന്ത്യയിലുള്ള സകല സ്ഥലത്തുണ്ട്. സെഞ്ചുറിയൻ യൂണിവേഴ്സിറ്റി, പേര് പറഞ്ഞ ഒരു ബുക്ക് എടുത്ത് വായിക്കണം. സെൻറ്റ് പീറ്റേഴ്സ്, അങ്ങനെയുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഓഫീസുകളൊക്കെ പല സ്ഥലത്തും കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓഫീസിൽ കുട്ടിയൊക്കെ ആയിട്ട് പേരൻറ്റും കുട്ടികളും വന്നു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ താഴെ പോയാലും ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാവും. നിങ്ങൾ പോയി ആരും വന്ന് അഡ്മിഷൻ എടുക്കണമെന്ന് ഞങ്ങൾ പറയില്ല. കാര്യങ്ങൾ അറിയാം. ഇതിൽ 80%, 90%, 97% കുട്ടികളുണ്ട്. നിങ്ങളുടെ അവിടുത്തെ എല്ലാം നോക്കിയിട്ട് മതി. എന്തൊക്കെ ഗവൺമെൻറ് പരീക്ഷ ഉണ്ടോ അതിനെല്ലാം പ്രിപ്പയർ ചെയ്ത് എഴുതിക്കോ. LBSഉം PNC മാർക്കും എല്ലാം വന്നോട്ടെ. എല്ലാം കഴിഞ്ഞിട്ട് അന്നേരം ഉണ്ടെങ്കിൽ മാത്രം ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ ബന്ധപ്പെടുക. അപ്പോൾ ബന്ധപ്പെടുക. അപ്പോൾ ഇവിടെ എറണാകുളത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നിങ്ങൾ അന്വേഷിക്കുക, അവരോട് ചോദിക്കുക, നിങ്ങൾ ഐക്ക എന്ന് പറഞ്ഞ സംഘടനയിലെ മെമ്പറാണോ അല്ലെങ്കിൽ ചെക്ക് എന്ന് പറഞ്ഞ സംഘടനയിലെ മെമ്പറാണോ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബന്ധപ്പെടാം. കാരണം ഞങ്ങളുടെ എല്ലാം മൊബൈൽ നമ്പറും എല്ലാ കാര്യങ്ങളും വെബ്സൈറ്റിലുണ്ട്. ഞങ്ങൾ ഒളിഞ്ഞു നിൽക്കുന്ന ആൾക്കാരല്ല. 19 വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നേരം വരെ ഒരു പോലീസ് കേസ് നേരിടേണ്ടി വന്നിട്ടില്ല അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഓവർ സ്പീഡിനും അവരുടെ അടുത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ള അവസരമുണ്ട്. ആൻഡ്